ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടകം വരല്ലേ, അപ്പം അതിനോടനുബന്ധിച്ച് നമ്മളെ വീടൊക്കെ വൃത്തിയായിട്ട് തന്നെയൊക്കെ എടുക്കണത്. ചുറ്റോടം ആകെ പുല്ലൊക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു. എന്ന് വിചാരിക്കും വൃത്തിയാക്കാന്ന്. ആര്? ഞാനല്ലേട്ടാ, ചേട്ടൻ. അപ്പം പിന്നെ ചേട്ടൻ ഒഴിവില്ലാത്ത കാരണമൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പം നമുക്കൊരു പുതിയ ബംഗാളിനെ പണിക്ക് കിട്ടിയിട്ടുണ്ട്. ബംഗാളിനെ ഞാൻ പരിചയപ്പെടുത്തിയതാ കേട്ടോ. വിപിൻ സിംഗ്, അച്ഛനാ പറയുന്നത്. അപ്പോ കണ്ട അവിടെയൊക്കെ നിറച്ച് പുല്ല് നിറഞ്ഞ് നിൽക്കാട്ടാ. നമ്മളിതെല്ലാം വൃത്തിയാക്കി വരുന്ന ദിവസം ആയിരിക്കും തൊഴിലുറപ്പിലെ ചേച്ചിമാരൊക്കെ വന്നിട്ട് അവർക്കപ്പോൾ ഇവിടെ പണിയേണ്ട വരില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ അവിടെയൊക്കെ പണിത് പോകും കേട്ടോ. ഓനാല് ഇതേ പുല്ലൊക്കെ പറിച്ച് വരുന്നുണ്ട്. ഓനാല് ഹായ് പറയ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ അവരുടെ അടുത്ത്, വർത്താനം പറഞ്ഞേ. ഓനാല് പനിന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടാണ് പഠിക്കാൻ പോയിട്ട്. പനിയുണ്ട്, ചുമയുണ്ട്. ഇതേ കണ്ട ഇവിടെയൊക്കെ നിറച്ച് പുല്ല് നിറഞ്ഞ് നിൽക്കണ്. ഇതെല്ലാതും എൻ്റെ ചേട്ടൻ വൃത്തിയാക്കും. ഞാൻ എല്ലാ പ്രാവശ്യം നോക്കി നിൽക്കും, ചേട്ടൻ വൃത്തിയാക്കും. അത് കുറച്ച് ചീരയൊക്കെ മുളച്ചിട്ടുണ്ട്. ഇതൊരു വേപ്പ്, ഇത് ഞങ്ങളെ കിണർ. പിന്നെ ഇതെന്താ ചെടി? ഇതൊരു എന്താ പറയുക, ഇതിൻ്റെ പേരെന്താ ചേട്ടാ? എരിക്ക്. ഇതുമ്പോൾ നീലപ്പൂ കേട്ടോ. വെള്ളപ്പൂ ഇരിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പോയി. പിന്നെ ഇവിടെ വൃത്തിയാക്കാനായിട്ട് ഇവിടെ കാടൊക്കെ പിടിക്കണേക്കാളും മുമ്പായിട്ട് ഞാൻ ഒരു റോസൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ട ഇവിടെ കാടൊക്കെ പിടിച്ചു. റോസൊക്കെ ഇതൊക്കെ അതേ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. നല്ല റോസ, എപ്പോഴും പൂവുണ്ടാവും. പിന്നെ ഒരു ചെമ്പരത്തി നിൽക്കുന്നുണ്ട്. ഈ ചെമ്പരത്തി കൊണ്ടുവന്ന് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തലയിൽ തേക്കാനായിട്ടാട്ടോ, താളിയാക്കിയിട്ട് തേക്കാനായിട്ടാണ് കൊണ്ടുവന്ന് വെച്ചത്. പക്ഷെ എനിക്ക് തലയിൽ തേക്കാൻ പറ്റണില്ല ഇപ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തലയിൽ തേക്കാനൊന്നും പറ്റണില്ല, തണവ് പറ്റില്ല. അത് കാരണം ഇപ്പോൾ ഓരോരുത്തരും ഇനി ഇങ്ങനത്തെ ഒരു DP ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. 3 ചെമ്പരത്തി നിൽക്കണ ഒരു DP ഉണ്ട്. ആ DPക്ക് ഇതിപ്പോൾ ചെമ്പരത്തിയൊക്കെ അപ്പുറത്തുള്ള പിള്ളേരൊക്കെ വന്നിട്ട് തലയിൽ തേക്കാനായിട്ട് പൊട്ടിച്ചുകൊണ്ട് പോകും. അല്ല, ഇങ്ങനത്തെ ചെമ്പരത്തി ഇപ്പോൾ ആരെങ്കിലും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ പൊട്ടിച്ചുകൊണ്ട് പോകും. പിന്നെ ഒരു നാരകം നിൽക്കുന്നുണ്ട് ഇതുമേലെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്താ സംഭവം എന്നറിയില്ല. ബബ്ലൂസാണോ, ചെറുനാരങ്ങയാണോ, മധുര നാരങ്ങയാണോ, ഒന്നും അറിയില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. ചേട്ടാ ഒന്നും പറയണില്ലേന്ന്. ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വരമ്പ് മാതിരി വെക്കും. എന്നിട്ട് ആ വരമ്പിൽ പച്ചക്കറി കൃഷി ചെയ്യും. നമുക്ക് കൃഷിഭവനിൽ നിന്ന് വരും കേട്ടോ, തൈകളൊക്കെ തരും. മുള്ളുചെടി. ഇവിടെ മുള്ളുചെടി എന്നാ പറയാ അതിന്. ഒരു പാട്ട് പാടണുണ്ടോ? ഡാൻസ് കളിക്കണ്ട? അതല്ല, നാണാന്ന്. ചേട്ടാ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണ? എന്ത് കേക്കില്ല ചേച്ചി? ഇത് കേക്കണില്ല ചേട്ടാ. എന്നിട്ട് പറഞ്ഞ അതെ പറ്റിനാണ്ടല്ല
കുറേ നാളായില്ലേ മേലൊക്കെ അനങ്ങിയിട്ട് പണിയെടുത്തിട്ട്. അപ്പം അതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. നമ്മളിപ്പോൾ പശു പാമ്പുള്ള സമയത്തൊക്കെ നമ്മൾ തന്നെ അവിടെ കുറച്ച് എന്തെങ്കിലും പണികളുണ്ടാവും. അതിങ്ങനെ ഡെയിലി റൂട്ടീൻ പോലെ തന്നെ ചെയ്ത് പോകണത് കൊണ്ട് നമുക്ക് നല്ലൊരു ഫിറ്റ് ഉണ്ടാവും ശരീരത്തിനൊക്കെ. അപ്പം അതൊക്കെ പോയി കിടക്കുകയാണ്. ഫുൾ വണ്ടിയിൽ ഇങ്ങനെ നിന്ന് കുലുങ്ങി കുലുങ്ങിക്കുന്ന സമയം മാത്രമുള്ള ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ വീണ്ടും ഒരു 10-15-20 ദിവസത്തോളം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് പഴയ പോലെ ഒരു ഫിറ്റ് നമുക്ക് ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ പണി നമ്മൾ ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മളിതിൽ ഈ തിണ്ടി ഇവിടുന്ന് മണ്ണൊക്കെ ചെത്തി മേളിലേക്ക് ഇട്ട് സെറ്റാക്കിയിട്ട് അതിൽ കുറച്ച് പച്ചക്കറി അധികം ഉണ്ടാവില്ല, ഒരു 5 തരം പച്ചക്കറികൾ നമ്മൾ നടും. ഉണ്ടാവില്ല എന്നല്ല, നമുക്കൊരു ആരോഗ്യത്തിനൊരു എക്സസൈസ് എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യണു എന്നൊന്ന് നോക്കാനും നനയ്ക്കാനും ഒരു ഇൻട്രസ്റ്റ് വേണ്ടിയിട്ട് എല്ലാം കൊല്ലം നമ്മൾ ചെയ്യാറുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ വെണ്ടക്കായ, അതുപോലെ തന്നെ തക്കാളി ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും, വഴുതന അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, മുളകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തിൻ്റെ ബാക്കിയുള്ള ഐറ്റംസാണ് ഈ മുളക്. നല്ല മുളകാട്ടോ, അത് ഡെഡാവില്ല. ഇത് നമ്മളിപ്പോൾ അതിൻ്റെ കാലം കഴിഞ്ഞ് പറിച്ച് കളയാന്ന് വിചാരിച്ചിട്ട് പറിച്ച് കളയായിരിക്കുമോ. ഇത് നല്ലൊരു മുളകാണ്, നല്ലോണം നോക്കാം. നമ്മളിപ്പോൾ നോക്കാണ്ടാണ്, വെയിൽ കൊണ്ട് നല്ല കുരുടിച്ചിട്ടുണ്ട്. ഇത് നല്ല വെള്ളം ചെല്ലാണെങ്കിൽ ഇത് പഴയ പോലെ പിക്കപ്പായി വരും. പിന്നെ അത് ശ്രദ്ധിക്കാണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയി പോയിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത പച്ചക്കറി വരുമ്പോൾ ഇതിനും കൂടുതൽ വളം കിട്ടും. അപ്പോൾ ഇതൊന്നും ശരി വരുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും ഇഷ്ടപ്പെട്ട മുളകൊക്കെ ഇടുന്നു. പൊട്ടിച്ച് തീരുന്നില്ല. എല്ലാ സീസണിലും മുളകാണ് ഇതിൽ. അതാണ് ഈ മുളകിൻ്റെ പ്രത്യേകത. നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ് ഇതൊക്കെ, അതിൻ്റെ ബാക്കിയ ഭാഗങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ പണി ഒന്ന് നടക്കട്ടെ കേട്ടോ. അവളവിടെ വീഡിയോ എടുത്ത് നോക്കുന്നുണ്ട്. ഓക്കെ, ശരിക്കും പറയും. അവള് മരുന്ന് ചെടി കാണിച്ചേട്ടെ എന്നാണ് പറയണത് കേട്ടോ. അത് മറ്റേ പനിക്കൂർക്കില്ലേ, അതവിടെ നിൽക്കുന്നുണ്ട് സൈഡിൽ, അതാണ് പറയണത്. ചേട്ടാ വൃത്തിയാവണില്ല ചേട്ടാ പണി. നിങ്ങൾ ബംഗാളിന്നാ പറഞ്ഞിട്ടുള്ളത്, തമിഴ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഹിന്ദി പറയടോ. പണി കളയുമ്പോ പറ അത് നല്ല ചെളി, അല്ലാണ്ട് റോട്ടിൽ നിറച്ചുണ്ട് ചേട്ടാ. ചേട്ടൻ പറഞ്ഞിട്ട് വേണ്ട. അയ്യോ, ഇന്ന് ഇവിടെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അതൊന്ന് ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് വയ്ക്കും. അടുത്തന്നെ അതും ഇതിനൊപ്പം തന്നെ അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്പെഷ്യൽ ചിക്കൻ കറി ഒന്നല്ല കേട്ടോ. ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നിങ്ങൾ കൂടി ദുരിതം നമ്പർ 2. ആ സ്പെഷ്യൽ ചിക്കൻ കറി വെക്കാൻ പഠിപ്പിച്ചത് ഒരു അമ്മേട്ടാ. എൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ല വെക്കുക. എൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ല വെക്കുക. അളിയൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ചിക്കനൊക്കെ കറികളൊക്കെ വെക്കാൻ നല്ല പോലെ അറിയണ ഒരാള്. മറ്റേ എന്താ പറയുക, പ്രൊഫഷണൽ പോലെ പുറമൊക്കെ ഓർഡർ എടുത്ത് ചെയ്യേണ്ടതുകൊണ്ട് ആള് വലിയ വലിയ വീഡിയോ എടുക്കലുണ്ടാ. ഒരു ചേച്ചി ഉണ്ടാവില്ലേ, അപ്പോൾ ആ ചേച്ചി പറഞ്ഞു കൊടുത്തിട്ട് അവസാനം ഇയാള് ലീവ് കിട്ടുമ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി പഠിച്ച് നല്ല പോലെ കറികളൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പാരമ്പര്യത്തിൽ നല്ല കൈപ്പുണ്യാ എനിക്ക് എൻ്റെ അനിയനും. ഞാൻ എങ്ങനെയാ എൻ്റെ വീട്ടിലിപ്പോൾ അനിയനും പിന്നെ അനിയൻ്റെ വൈഫും കേട്ടോ വയ്ക്കുക. നല്ല ടേസ്റ്റിൽ ഇപ്പോൾ വയ്ക്കും. ഇപ്പോൾ ഒക്കെ നല്ല ടേസ്റ്റ്. പക്ഷെ എനിക്ക് എൻ്റെ വീട്ടിലെ ചിക്കൻ കറി അല്ല കേട്ടോ ഇഷ്ടം. എനിക്ക് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അമ്മ വയ്ക്കുന്ന ചിക്കൻ കറി ആയിരുന്നു ഇഷ്ടമായിരുന്നത്. ഓ, ഇത് വേപ്പിന് ഞാൻ തൊട്ടുള്ളൂടാ. അപ്പോഴേക്കും ഭയങ്കര സ്മെല്ല് വരുന്നു വേപ്പിൻ്റെ. എൻ്റെ ബാക്ക് വശം ഇന്ന് അറിഞ്ഞോളൂ, നല്ല വേപ്പാട്ടത്. തൈകൾ വേണ്ട ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ഓർഡർ അനുസരിച്ച് തൈകൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. എൻ്റെ ദൈവമേ, വീഡിയോ കാണുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു യോഗം. ചീഞ്ഞ കോമഡി ലെവൽ അടിക്കണത്.
നിന്റെ പണം കട്ടി കളയപ്പോ. ഏയ് ചേട്ടൻ്റെ ആയിരിക്കും നല്ലത് കട്ടയിൽ കളയാൻ. അപ്പൊ നമുക്ക് ചേട്ടൻ്റെ പണി എവിടെ വരെ നോക്കാട്ടോ. ഇവിടെ താഴത്തൊക്കെ ഭയങ്കര വഴുക്കലണേ, ആണ് പേടിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. നല്ല കാലാവസ്ഥയാട്ടാ. പെട്ടെന്ന് തന്നെ ചൂട് വരും, അതേമാതിരി തന്നെ പെട്ടെന്ന് തന്നെ മഴയും വരും. ഇപ്പൊ ഒരു മഴ മാറി കഴിഞ്ഞോളൂ, അപ്പോഴത്തേനും ഭയങ്കര ചൂടായി. ഈ സൈഡിൽ കൂട്ടിയിരിക്കുന്ന ഇതില്ലേ പുല്ലുകളൊക്കെ, പുല്ലും ചെളിയൊക്കെ ആയിട്ടുള്ളത്, അത് കുറച്ച് മഴ കൊള്ളുമ്പോൾ ആ ചെളിയൊക്കെ ഇറങ്ങി താഴ്ക്കനെ വരും. അപ്പോൾ നമുക്ക് മെല്ലെ കുടഞ്ഞെടുത്തിട്ട് ചാക്കിലാക്കിയിട്ട് അവിടെ ഒരു പൊട്ടക്കുളമുണ്ട്, അതിൽ കൂടി ഇടും. അതാണ് പരിപാടി, എല്ലാ കൊല്ലം ചെയ്യാറ്. ദേ ഇനിയിപ്പോൾ ഇവിടെ കിണറിൻ്റെ ഈ സൈഡും കൂടി വെടുപ്പാക്കാനുണ്ട്. അതിനിപ്പോൾ നാളേക്ക് ആയിട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ബംഗാളി നല്ല വൃത്തിയിൽ നമ്മളിവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി കൃഷിഭവനിൽ നിന്ന് പച്ചക്കറി തൈകൾ വരുമ്പോൾ ഇവിടെയൊക്കെ വെക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെയൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ. നമ്മൾ കൃഷി ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ പുല്ലൊന്നും വരില്ല, അല്ല വരുന്ന പുല്ലൊക്കെ നമ്മൾ പറിച്ച് കളയും. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിച്ചോളൂ കേട്ടോ. ബൈ.